നമ്മളിൽ മിക്കവരും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഒരു കാര്യം ചെയ്യാൻ നല്ലൊരു മൂഡ് വരാൻ വേണ്ടി കാത്തിരിക്കും. പക്ഷെ സത്യം എന്താണെന്ന് വെച്ചാൽ അച്ചടക്കത്തിന് ഈ പ്രചോദനവുമായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പോ എങ്ങനെയാണ് നമുക്ക് അച്ചടക്കം നിർബന്ധിച്ച് തന്നെ ശീലിക്കാൻ കഴിയുക? നമുക്ക് നോക്കാം. ഇതിലപ്പുറം ഒന്നും പറയാനില്ല അല്ലേ? ശരിയായൊരു മാനസികാവസ്ഥയ്ക്ക് വേണ്ടി നമ്മളെ കാത്തിരിക്കുകയാണെങ്കിൽ വിലപ്പെട്ട സമയം വെറുതെ കളയാമെന്നല്ലാതെ മറ്റൊന്നും സംഭവിക്കില്ല. അപ്പൊ എന്താണ് ഈ അച്ചടക്കം എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ നിർവചനം ഇതാണ്: അതൊരു ഫീലിംഗ് അല്ല, അതൊരു പ്രവൃത്തിയാണ്. ഇഷ്ടമില്ലാത്തപ്പോഴും താൽപ്പര്യമില്ലാത്തപ്പോഴും ചെയ്യേണ്ട കാര്യം ചെയ്യാനുള്ള ഒരു നിർബന്ധം. അപ്പോ ഈ നിർബന്ധം ഇത് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? പുറത്തുനിന്നല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. അച്ചടക്കത്തിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ ആ പോരാട്ടത്തിൽ വിജയിക്കുക എന്നതാണ്. എല്ലാം തുടങ്ങുന്നത് നമ്മുടെ മനസ്സിൽ നിന്നാണ്. നമ്മുടെ തലച്ചോറ് ഭയങ്കര രസമാണ്. അതെപ്പോഴും മടിയുമായിട്ട് ഒരു ഡീലുണ്ടാക്കാൻ നോക്കൂ, ഒരു വശത്ത് ഇന്നലെ ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ, ഇന്ന് തീരെ എനർജിയില്ല എന്നൊക്കെയുള്ള ഒഴികഴിവുകൾ. പക്ഷെ മറുവശത്ത് നോക്കൂ, ഉറച്ച ലളിതമായ മറുപടികൾ: ഇല്ല, ഇപ്പോ ചെയ്യുക. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാൽ ഈ ചർച്ച തുടങ്ങാൻ പോലും അനുവദിക്കരുതെന്നതാണ്. നമ്മൾ വിചാരിക്കും ഇതൊക്കെ വെറും ചിന്തകളല്ലേന്ന്. പക്ഷെ അങ്ങനെയല്ല. ആ ദുർബലമായ ചിന്തകൾക്ക് ചെവി കൊടുക്കുന്നത് വളരെ അപകടകരമാണ്. അവ വെറും ചിന്തകളല്ല, നമ്മൾ സ്വയം പണിയുന്ന ചങ്ങലകളാണ്, നമ്മുടെ വളർച്ചയെ തടയുന്ന ചങ്ങലകൾ. അപ്പോ ശരി, ഈ ചിന്തകളെ എങ്ങനെ കൺട്രോൾ ചെയ്യാം? അതിന് സിമ്പിളായിട്ട് 3 സ്റ്റെപ്പുകളുണ്ട്. ഒന്നാമത്തേത്, നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ആ ചിന്തയെ തിരിച്ചറിയുക. രണ്ടാമത്തേത്, ആ മോശം ചിന്തയെ അതിനേക്കാൾ നല്ല പ്രയോജനകരമായ ഒരു ചിന്ത വെച്ച് മാറ്റുക. അവസാനം, നിങ്ങളിലേക്കെത്തുന്ന നെഗറ്റീവ് കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഒഴിവാക്കുക. ഇതാണ് നമ്മുടെ മനസ്സിന്റെ കൺട്രോൾ ഏറ്റെടുക്കാനുള്ള വഴി. ഇവിടെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഈ പറയുന്നതൊന്നും ഒരു പണിഷ്മെന്റ് അല്ല. നമ്മൾ അച്ചടക്കത്തെ പലപ്പോഴും ഒരു ശിക്ഷയായിട്ടാണ് കാണുന്നത്. പക്ഷെ ശരിക്കും നിങ്ങളുടെ ഭാവിയിലെ നിങ്ങൾ ബഹുമാനിക്കുന്നതുകൊണ്ടാണ് ഇന്നീ കഷ്ടപ്പാട് സഹിക്കുന്നത്. ഇത് സ്വയം ശിക്ഷിക്കലല്ല, ഇത് ഏറ്റവും ഉയർന്ന രൂപത്തിലുള്ള ആത്മാഭിമാനമാണ്. ഓക്കെ, അപ്പം മനസ്സിലെ കളി നമ്മൾ ജയിച്ചു. അതുമാത്രം മതിയോ? പോരാ. ആ തീരുമാനങ്ങളെ നമ്മൾ ഉടനടി പ്രവൃത്തിയിലേക്ക് മാറ്റണം. അതാണ് നമ്മുടെ അടുത്ത ഘട്ടം. നമ്മുടെ തൽക്ഷണ പ്രതികരണത്തെ ട്രെയിൻ ചെയ്യിക്കുക. നിങ്ങൾ തന്നെ ഒന്നാലോചിച്ചു നോക്കിക്കേ. എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന് കരുതിയ ആ നിമിഷം, അങ്ങനെയുള്ള ചെറിയ താമസങ്ങൾ കാരണം നമുക്ക് എത്രത്ര അവസരങ്ങളാണ് നഷ്ടപ്പെടുന്നത്, അല്ലേ? ഇതിനൊരു സിമ്പിൾ ഹാക്കുണ്ട്. അതാണ് 3 സെക്കൻഡ് റൂൾ. നമ്മുടെ തലച്ചോറിന് ഒഴികഴിവുകൾ കണ്ടുപിടിക്കാൻ സമയം കൊടുക്കുന്നതിനു മുൻപ് തന്നെ പ്രവർത്തിക്കുക. മനസ്സിൽ 3, 2, 1 എന്ന് എണ്ണി തീരുമ്പോഴേക്കും തുടങ്ങിയിരിക്കണം. മടിയെ മറികടക്കാനുള്ളൊരു സൂപ്പർ ടെക്നിക്കാണിത്. ഇവിടെയുള്ള വ്യത്യാസം കണ്ടോ? വലിയ പ്ലാനുകൾ എപ്പോഴും നമ്മളെ പിന്നോട്ട് വലിക്കും, സംശയങ്ങളും മടിയുമൊക്കെ കൂടും. പക്ഷെ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഉടനടി ചെയ്യുന്നത് നമുക്കൊരു മൊമെന്റം തരും. ഒഴികഴിവുകൾക്കുള്ള വഴി അങ്ങ് അടഞ്ഞുപോകും. തുടക്കത്തിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നും. അത് സ്വാഭാവികമാണ്. കാരണം നമ്മുടെ തലച്ചോറിന് എപ്പോഴും പഴയ എളുപ്പമുള്ള വഴിയിലൂടെ പോകാനാണ് ഇഷ്ടം. എന്നാൽ നമ്മളിത് വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ ഈ പുതിയ പ്രവൃത്തി നമ്മുടെ തലച്ചോറിന് പതിയെ പതിയെ പരിചിതമാകും. ആ ആദ്യത്തെ അസ്വസ്ഥത കുറച്ചു നാളത്തേക്ക് മാത്രമേ ഉണ്ടാകൂ. പക്ഷേ ചില സമയങ്ങളിൽ നമ്മുടെ വിൽ പവർ മാത്രം മതിയാവില്ല. ആ ശീലം അങ്ങനെ ഉറച്ചുപോകാൻ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചില വഴികൾ വേണ്ടിവരും. അവിടെയാണ് ഈ സമ്മർദ്ദം, പ്രയത്നം, വേദന എന്നിവയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതായത് നമ്മൾ മനഃപൂർവ്വം കുറച്ച് പ്രഷർ ഉണ്ടാക്കുക. എങ്ങനെ? ചില വഴികളുണ്ട്. നിങ്ങളുടെ ലക്ഷ്യം ഒരു സുഹൃത്തിനോട് പറയുക, അല്ലെങ്കിൽ കൃത്യമായ ഒരു ഡെഡ്ലൈൻ വെക്കുക. അതുമല്ലെങ്കിൽ ആ ലക്ഷ്യത്തിനു വേണ്ടി കുറച്ച് പണം ഇൻവെസ്റ്റ് ചെയ്യുക. ഇതൊക്കെ നമ്മളെ മുന്നോട്ടു പോകാൻ നിർബന്ധിക്കുന്ന ചില ഘടകങ്ങളാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ജീവിതത്തിൽ എപ്പോഴും 2 തരം വേദനകളുണ്ട്. ഒന്ന്, പ്രയത്നത്തിന്റെ വേദന. 2, ഒന്നും ചെയ്യാത്തതുകൊണ്ടുള്ള ഖേദത്തിന്റെ വേദന. ഇതിൽ ആദ്യത്തേത് താൽക്കാലികമാണ്, പക്ഷെ രണ്ടാമത്തേത് നമ്മളെ ജീവിതകാലം മുഴുവൻ പിന്തുടർന്നേക്കാം. അപ്പോൾ ചോദ്യം ഇതാണ്: നിങ്ങൾ ഏത് വേദനയാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത്? പ്രയത്നത്തിന്റെ വേദന നിങ്ങളെ ഓരോ ദിവസവും ശക്തനാക്കും. പക്ഷെ ഖേദത്തിന്റെ വേദനയോ? അത് നിങ്ങളെ ദുർബലനാക്കുകയുള്ളൂ. ഈ തിരഞ്ഞെടുപ്പ് നമ്മൾ ബോധപൂർവം നടത്തേണ്ട ഒന്നാണ്. ഈ മടി പിടിക്കാനുള്ള തോന്നലുണ്ടല്ലോ, അത് ശരിക്കും ഒരു കള്ളനെ പോലെയാണ്. ആ നിമിഷം നിങ്ങൾക്ക് ചെറിയൊരു സുഖം തരും. പക്ഷെ അത് മോഷ്ടിക്കുന്നത് നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ശക്തിയും ആത്മവിശ്വാസവുമാണ്. അപ്പൊ നമ്മളിങ്ങനെ ഓരോ തവണയും ശരിയായ തീരുമാനമെടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പതിയെ പതിയെ അതൊരു പ്രവൃത്തിയല്ലാതായി മാറും. അത് നമ്മുടെ വ്യക്തിത്വത്തിന്റെ, നമ്മുടെ ഐഡന്റിറ്റിയുടെ ഭാഗമാവും. അതാണ് ഈ യാത്രയിലെ അവസാനത്തെ ഘട്ടം.
ഇതിനെക്കുറിച്ച് വളരെ മനോഹരമായൊരു പറച്ചിലുണ്ട്. ആദ്യം നമ്മൾ ഒരു ശീലത്തെ കഷ്ടപ്പെട്ട് ചുമന്നുകൊണ്ട് നടക്കും. പക്ഷെ കുറച്ചു കഴിയുമ്പോൾ ആ ശീലം നമ്മളെ അങ്ങോട്ട് ചുമന്നോളും. അത് ഓട്ടോമാറ്റിക്കായി മാറും. ഈ മാറ്റം നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുന്ന രീതിയിൽ വരെ കാണാൻ സാധിക്കും. ഞാൻ അച്ചടക്കമുള്ളവനാകാൻ ശ്രമിക്കുകയാണ് എന്ന് പറയുന്നതിൽ നിന്നും മാറി ഞാൻ അച്ചടക്കമുള്ള ഒരാളാണ് എന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ ആ മാറ്റം പൂർത്തിയായി. അതായത് അവസാനം സംഭവിക്കുന്നത് ഇതാണ്. പിന്നെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് വിൽപവറുമായി യുദ്ധം ചെയ്യേണ്ടിവരില്ല. നിങ്ങളുടെ പ്രവൃത്തികളെല്ലാം നിങ്ങളുടെ സ്വഭാവത്തിന്റെ ഒരു ഭാഗമായി വളരെ സ്വാഭാവികമായി സംഭവിക്കാൻ തുടങ്ങും. അപ്പോ ഈ വിശകലനം ഇവിടെ നിർത്തുമ്പോ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. അടുത്ത തവണ മടി നിങ്ങളെ വിളിക്കുമ്പോ നിങ്ങൾ ഫോൺ എടുക്കുവോ അതോ കട്ട് ചെയ്യോ? തീരുമാനം നിങ്ങളുടേതാണ്.